ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം രാവിലെ ഇന്ന് സ്പെഷ്യലായിട്ട് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മസാല ദോശ ഉണ്ടാക്കാൻ തീരെ പ്ലാനില്ലായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഫ്രിഡ്ജിൽ മിക്ക ദിവസം ദോശമാവ് സ്റ്റോക്കായിരിക്കും. കാരണം ഞാൻ എപ്പോഴെങ്കിലും രാവിലെ ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇസാൻക്ക് സ്കൂളിലെ ദിവസം എപ്പോഴെങ്കിലും ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിൽ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ എപ്പോഴും ദോശമാവ് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ചധികം മാവ് ഒന്നായിട്ട് അടിച്ചിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ ഒരു 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അടുപ്പിച്ച് ദോശ ഉണ്ടാക്കില്ല, ജസ്റ്റ് വിട്ട് അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഇന്ന് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം പിന്നെ രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ചു എന്നാൽ ഓക്കെ മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. നേരത്തെ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്, അത് വേറെ കാര്യം. അപ്പം ഞാൻ ദോശ ആയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ചോറ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇസാൻക്ക്. പിന്നെ വേഗം മസാലയും ചട്നിയും ഉണ്ടാക്കാനല്ലേ. ചട്നി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും, മസാലയും പെട്ടെന്ന് കഴിയും. ആകെ കുറച്ച് മസാലയല്ലേ ഉണ്ടാക്കേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളയിച്ച് മസാലക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ട് ഇസാനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മസാല ദോശയൊക്കെ റെഡിയാക്കിയെടുത്ത് ഇസാന് സ്കൂളിൽ പോയിട്ടോ. ഇസാന് സ്കൂളിൽ പോയ പാടെ തന്നെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ദോശയിൽ. ഇങ്ങനെ ഇതേപോലെ ചട്നി ഫസ്റ്റ് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹെസ്സ എണീറ്റ് വരുന്നത്. അങ്ങനെ എസ്സക്കും ഇസാൻക്കും ജമാൻക്കും ഒന്നും ഈ മസാല ദോശ അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യമില്ല. അവർക്ക് പ്ലെയിൻ ദോശനോടാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഓർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒരു 2 ആളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജമാന് പിന്നെ ഞാൻ എണീക്കുമ്പോൾ കൊടുത്ത ദോശയാണ്. അതിങ്ങനെ ഒരു ദോശ ആണെങ്കിൽ ചില സമയത്ത് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം ഫുഡ് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ദോശയും കൊണ്ടിട്ട് പിന്നെ അടുത്ത നമ്മൾ ഫുഡ് എന്താണോ കൊടുക്കുന്നത് അതുവരെ നടക്കും. അപ്പം അങ്ങനെയാണ് ഓൻ്റെ കഥകൾ. അങ്ങനെ എനിക്ക് പുതിയൊരു ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 2024 ഡയറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. 2024 അല്ല കേട്ടോ, 2025 ഞാൻ അതിൻ്റെ ഫസ്റ്റ് 2024 കണ്ടപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം എന്തായാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല. ഞാൻ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഞാൻ വെറുതെ ഇതിൻ്റെ പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമാനെ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോയി. അപ്പം പിന്നെ ഞാനും എസ്സിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന്. പിന്നെ ഇസമാനും. അപ്പം ഇസാന് രാവിലെ സ്കൂളിൽ പോയല്ലോ. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വെള്ളിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനും ഉണ്ട്. എൻ്റെ പിയാപ്പിളിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് മാത്രം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ കടുക്കക്കാരൻ ഇന്ന് കടുക്ക് കൊണ്ടുപോയി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം ആളെ കാത്തു നിന്ന്. അപ്പോൾ ആളെ കാണാഞ്ഞപ്പോൾ തോന്നി എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ചിലപ്പം വരുത്തുണ്ടാവില്ല എന്ന്. അങ്ങനെ പിന്നെ ഇനി ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതെടുത്തിട്ട് ലേശം കറിയും ആക്കാം, ലേശം ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ആളെ കാണാഞ്ഞപ്പോൾ ഞാൻ വേഗം ബീഫ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ സൺഡേ ആയിരിക്കും വരാം. പിന്നെ അത്രയും ദിവസം ബീഫ് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം 2-3 ദിവസം മുന്നേ വാങ്ങിയിട്ടുള്ള ബീഫേനു. അപ്പം അത്രയും ദിവസം ബീഫ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് മുഴുവൻ എടുത്തിട്ട് കുറച്ച് കറിയാക്കാനും കുറച്ച് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്യാനും കൂടി വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു പേരിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും ആക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അരി ജസ്റ്റ് വറുക്കൂട്ടോ, അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആവും. പക്ഷേ എനിക്ക് ഒട്ടിപ്പിടിച്ച ആ ഒരു ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ നെയ്ച്ചോറൊക്കെ അങ്ങനെ കുറച്ച് അലിഞ്ഞ ടൈപ്പ് ഓഫ് ചോറുണ്ടല്ലോ, അത് എനിക്കിഷ്ടമാണ്. പിന്നെ ഞാനങ്ങനെ ഇപ്പം അങ്ങനെ അത് ഉണ്ടാക്കലില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വറുത്തിട്ടൊക്കെയാണ് ചോറ് വെക്കുന്നത്. അപ്പം ചോറ് ആകുമ്പോഴത്തേക്കും അവിടെ ബീഫും അങ്ങനെ റെഡി ആയിട്ട് വരുമല്ലോ. ആദ്യം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഉച്ചക്കത്തേക്ക് മാത്രമല്ലേ, ഞാനും ഹെസ്സിയും മാത്രമല്ലേ ഉള്ളൂ ഉച്ചക്കത്തേക്ക്. നമുക്ക് 2 ആൾക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കാനൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ബീഫ് ഉണ്ട്, അപ്പോൾ പിന്നെ അതെന്തായാലും ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഇന്ന് ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് അയാൾ ഇന്നലെ വന്നപ്പം കടുക്ക കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലേശം കടുക്ക വാങ്ങിയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കാരണം കടുക്ക ബിരിയാണി കഴിക്കാൻ നല്ല പൂതിട്ടോ. കടുക്ക ബിരിയാണി നമ്മൾ പിന്നെ ചിക്കനും ബീഫൊക്കെ ആക്കുന്ന പോലെ എപ്പോഴൊന്നും കിട്ടില്ലല്ലേ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ കഴിക്കുള്ളൂ, ഉണ്ടാക്കുകയുള്ളൂ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉണ്ടാക്കലുള്ളൂ.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കടുക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ നേരം ഞാൻ ആ കടുക്കക്കാരനെ കാത്തു നിന്നിട്ടോ. കാരണം എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ വരുന്നപ്പോൾ ഒരു എരുന്ത കൊണ്ടുവന്ന്. അപ്പം ഞാൻ പറഞ്ഞു കടുക്ക നാളെ കൊണ്ടുപോയി തരും ചോദിച്ചപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെന്തോ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഫ്രിഡ്ജിലുള്ള ബീഫ് കാലിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വേവിച്ച ബീഫിൽ നിന്നും പകുതി എടുത്തിട്ട് കറിയാക്കാനും വെച്ചു, പകുതി എടുത്തിട്ട് ഫ്രൈ ആക്കാനും വെച്ചിട്ടോ. പിന്നെ കറിയാക്കുന്നതിലേക്ക് ഞാൻ നോർമൽ ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ആ ഒരു ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാട്ടി അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയിട്ട് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ച് അത് നല്ലോണം സെറ്റായി കിട്ടും കേട്ടോ കറി. പിന്നെ ഞാൻ ബാക്കി ബീഫ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വേവിക്കുന്നുണ്ട്. ആ ബീഫിലുള്ള ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിയും ബീഫും കൂടി ഒരുമിച്ച് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു പകുതി ഉള്ളി, ഒരു ചെറിയൊരു തക്കാളി, കുറച്ച് മല്ലിയില, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ നല്ല വരട്ടിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നേരത്തെ ആ ബീഫ് എന്ന് ഇതേപോലെ നല്ല ബ്ലാക്ക് കളറിലുള്ള ബീഫ് കിട്ടും, നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം അങ്ങനെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് പൊറോട്ടൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. അങ്ങനെ ബീഫും ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. കറിയും അപ്പോഴേക്കും 2 വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വേഗം പോയി കുളിക്കട്ടെ, കാരണം ഈ ബീഫും നെയ്ച്ചോറൊക്കെ സ്മെല്ലടിച്ചിട്ട് തന്നെ നല്ല പോലെ തിന്നാനുള്ളൊരാഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ വേഗം കുളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ പിന്നെ കുളിക്കാതെ കഴിച്ചാൽ പിന്നെ കുളിക്കാൻ മടിയായിരിക്കും. പിന്നെ എനിക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് പോകുമ്പോഴുള്ള എപ്പോഴത്തൊരു ടെൻഷനാണ് കേട്ടോ, ഗ്യാസ് ഓഫ് ആക്കിക്കണോ എന്ന്. ഞാൻ മിക്ക സമയത്തും ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ പുറത്ത് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം വല്ലാത്തൊരു എക്സക്കാണ് ഓഫാക്കിക്കണോ എന്നുള്ളത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് അത് ഓഫാക്കിക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഫുഡ് കഴിച്ച് കുറച്ചൊന്ന് കിടന്നപ്പോഴേക്കും ഇസാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസാന് 2-3 ദിവസമായിട്ട് ബ്രൗണി ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം 2-3 ദിവസമായിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബ്രൗണീൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആൾ വന്നത്. അപ്പോൾ ഞാൻ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഓടി ചെന്ന് കിച്ചണിലേക്ക് നോക്കുകയാണ് കേട്ടോ. ഓനിക്കത് ഉണ്ടാക്കുന്നത് കാണാനും ഇഷ്ടമാണ്. അപ്പോഴാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് ആൾ മെല്ലെ കൈയിട്ടിട്ട് കുറച്ചങ്ങനെ നക്കി തിന്നണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇസാനും അത് ജസ്റ്റ് ഇളക്കി കൊടുത്ത് അതിൽ ചോക്ലേറ്റൊക്കെ കടിച്ച് അങ്ങനെ ഇതാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ബ്രൗണി ഇവിടെ റെഡി ആവും എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കുളിക്കാൻ വിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഞാൻ ബ്രൗണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. ഈ ഒരു ബ്രൗണിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കട്ടോ. നല്ല അടിപൊളി ഫഡ്ജി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി, എന്തായാലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഓവണില്ലാതെയും പാനിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ ബ്രൗണിയൊക്കെ കട്ട് ചെയ്തിട്ടോ. ഈ ബ്രൗണി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ എസക്കും ഇസാൻക്കും എനിക്കും സമൻക്കും ഒക്കെ ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ബ്രൗണി. ഈ ഫുൾ ബ്രൗണി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കാലിയാക്കും, അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇസാനൊന്നും കണ്ടില്ല, ഓടിപ്പോയി വേഗം മേലേക്ക് വന്നിട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സിറപ്പിൻ്റെ ബ്രൗണിൻ്റെ മുകളിൽ സിറപ്പാക്കിയിട്ട് കഴിക്കാൻ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് ഇടാൻ വേണ്ടി നോക്കട്ടോ.